ഗുഡ് മോർണിംഗ്. എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കുകയാണ് കേട്ടാ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഇരുട്ട്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നുട്ടാ. അങ്ങനെ അരിക്ക് വെള്ളട്ടുണ്ടായിരുന്നു, അത് ചൂടായപ്പോൾ അതിലേക്ക് അരി കഴുകി അടുപ്പത്തിട്ടു. നമ്മുടെ കറണ്ടിന്റെ അടുപ്പിന്റെ മുകളിലാണ് കേട്ടോ ചോറ് വേവിക്കണത്. പിന്നെ ഒന്ന് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനാണ് വിചാരിച്ചേക്കണത്. ഇഡ്ഡലിയാണ്. അപ്പോൾ ഉള്ളി സാമ്പാർ ഉണ്ടായ രണ്ടിലേക്കും ആയില്ലോ, ചോറിലേക്കും ഇഡ്ഡലിക്കും ആയില്ലോ. പരിപ്പ് കഴുകി അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അതുപോലെ കായംപൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ കേൾപ്പിക്കുക. പിന്നെ നമ്മുടെ ഗ്യാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഗ്യാസ് സ്റ്റവ് മേടിച്ചിട്ടുണ്ട്, അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് തക്കാളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തീ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഉപ്പേരി മെഴുക്കുരട്ടി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. സാമ്പാർ ഉണ്ടായാൽ മതിയാവും. പിന്നെ എന്തായാലും മരിനെല്ലിക്ക് ഉപ്പിലിട്ടതും കടുമാങ്ങ അച്ചാറും പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ ഉപ്പേരി പണി ഇല്ല കേട്ടോ. നമ്മുടെ ഗ്യാസ് എന്താ കണക്ട് ചെയ്യാൻ പറ്റാത്ത വെച്ചെങ്കിൽ അതിന്റെ പൈപ്പും കൂടി മേടിക്കണം കേട്ടോ. അപ്പോൾ അത് ഇന്നലെ മേടിച്ചിട്ട് വരുമ്പോൾ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ അടച്ച കാരണം നമുക്കത് മേടിക്കാനായിട്ട് പറ്റി. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പൈപ്പ് മേടിച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ മുളകും പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കും. പിന്നെ അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കും. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പരിപ്പ് ഒഴിച്ചു കൊടുക്കും. 2 ടീസ്പൂൺ സാമ്പാർ പൊടി മിക്സ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കും. കുറച്ച് നേരം കൂടി ഒന്ന് കുറുക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകും പച്ചമുളകും പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടാണ്. അങ്ങനെ എന്റെ ഇഡ്ഡലിയും വേവായിട്ടുണ്ട്, ചോറും വേവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഡ്ഡലി പാത്രത്തിന്റെ മൂടി തുറന്ന് ഇഡ്ഡലി തട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. ചോറ് വറക്കാനും വെച്ച് നമ്മുടെ ഉള്ളി സാമ്പാർ വറുത്തിടാനായിട്ട് നിന്നോട്ടെ. എണ്ണ ചൂടായി വന്നപ്പോ കടുകും പച്ചമുളകും ഇട്ടിട്ട് നമ്മുടെ ഉള്ളി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി തട്ട് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഇഡ്ഡലി ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് ആക്കി. ഈ പാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോല് പോയപ്പോ മേടിച്ചതാ 3 ഒരു സെറ്റ്. അങ്ങനെ ഒരുവിധമുള്ള പണികളൊക്കെ എന്റെ ഒതുങ്ങിയിട്ടാ. അപ്പോഴേക്കും നമ്മുടെ സുഡ് അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടാ, എനിക്കുള്ളത് ആയില്ലേ നോക്കിയിട്ട്. പിന്നെ അവൾക്കുള്ള ഇഡ്ഡലി എടുത്തിട്ട് വരുമ്പോ അവൾ ഓടണതാണ് കേട്ടോ പുറത്തേക്ക്. അവിടെ ചെന്നിരുന്നിട്ടാണ് അവൾക്ക് കൊടുക്കുക. അതാണ് അവൾ ഓടിപ്പോയിട്ട് അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് കേട്ടോ. പുറത്ത് ചെറിയ രീതിയിൽ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ രീതിയിൽ ഒരു തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അവൾക്ക് അത് കൊടുത്തു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെ ഒതുക്കി വെച്ചു കേട്ടാ. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറും ബാക്കിയുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചു. അങ്ങനെ എന്റെ രാവിലത്തെ അടുക്കളയിലത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ട. പിന്നെ ചായ കുടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ എന്റെ കൂടെ കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. അപ്പൊ പിന്നെ അവര് റെഡി ആവണ വരയ്ക്കുള്ള നേരം ഉണ്ട് കേട്ടോ. എനിക്ക് ഇഡ്ഡലി ഇങ്ങനെ സാമ്പാറിൽ നല്ല പൊടിയാക്കി ഇട്ടിട്ട് കുഴച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് വന്നപ്പോ മഴ ചെറുതായിട്ട് തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിചാരിച്ചു പേരക്കായ പൊട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ സുഡുവിന്. ചക്ക മാങ്ങ പേരക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ. ഒരെണ്ണം നല്ല പോലെ പഴുത്തതുണ്ടായിരുന്നു. അപ്പൊ അത് അവൾക്ക് ഞാൻ ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചു കൊടുത്തു. അവൾക്ക് അങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കൊടുക്കണം, എന്നാലും അവൾ കഴിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ പോകാൻ നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.